ഡെയിലി ഉള്ള ഭഗവത്ഗീത ഡിസ്കഷനിലേക്ക് എല്ലാ ഭക്തർക്കും, രാധാനീല മധവ സത്സംഗിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വളരെ ഹാർദവമായ സ്വാഗതം. ഇപ്പൊ നമ്മള് ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം 19-20 ശ്ലോകങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 19-20 ശ്ലോകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദുര്യോധനൻ വന്നിട്ട് സൈന്യത്തെ നിരീക്ഷിക്കുന്നതും അതിനുശേഷം അർജുനനും കൃഷ്ണനും വന്നിട്ട് ആ സൈന്യത്തിന്റെ നടുക്ക് നിന്ന് നിരീക്ഷണം നടത്തുന്നതും അതിനുശേഷം പല ശംഖങ്ങളും ഭേരികളും ഒക്കെ മുഴങ്ങി എന്ത് സംഭവിക്കുന്നു? ഈ യുദ്ധം തുടങ്ങാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോ നമ്മൾ വിചാരിക്കും യുദ്ധം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും, ഒരു പ്രശ്നം ഉണ്ടാവൂല. കാരണം ദുര്യോധനന് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്, പാണ്ഡവർക്ക് അവരുടേതായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. ഇതൊക്കെ കൊണ്ട് യുദ്ധം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് നമ്മളെല്ലാരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവുകയില്ല. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു എപ്പോ വേണമെങ്കിലും അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാം എന്ന് കാണിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഭഗവത്ഗീതയിൽ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ദുര്യോധനൻ വന്നിട്ട് തന്റെ സൈന്യത്തെ നിരീക്ഷിച്ച്, മറ്റുള്ള സൈന്യത്തെയും നിരീക്ഷിച്ച് ആവശ്യത്തിന് ആത്മവിശ്വാസവും ആവശ്യത്തിൽ കൂടുതൽ ആത്മവിശ്വാസവും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഭീഷ്മർ വന്നിട്ട് തന്റെ ശംഖം മുഴക്കുന്നത്, ബാക്കിയുള്ള പാണ്ഡുപുത്രന്മാരെല്ലാം അവരവരുടെ ശംഖം മുഴക്കുന്നത്, അങ്ങനെ ആകെ മുഴുവൻ അവിടെ എന്തായി? വാദ്യഘോഷങ്ങളുടെ മേളമാവുകയാണ്. യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് അവിടെ. അപ്പോ അതിനുശേഷം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. എന്ത് ടേണിംഗ് പോയിന്റ് ആണ് ഭഗവത്ഗീതയിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ മഹാഭാരത യുദ്ധത്തിന്റെ ആ സ്ഥലത്ത് എന്ത് ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അവിടെ വരുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീര വനചാരി, ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം, ജയ കൃഷ്ണ ബലരാം, കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ്, ജയ ഗോരനിതായ്, ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ്, പ്രഭുപാദ്, പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ്, ഗുരുദേവ്, ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ
नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. നമുക്ക് ഭഗവത്ഗീത ശ്ലോകം വായിക്കാം. 1:19. साघोषो धार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलो अभ्यनुनादयन्. साघोषो धार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलोऽभ्यनुनादयन्. सघोषो धार्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलोऽभ्यनुनादयन्. എന്താണ് പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്? The blowing of these different conches became uproarious, vibrating both in the sky and on the earth. It shattered the hearts of the sons of Dhritarashtra. അപ്പോ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഒരു ശംഖഭേരികളുടെ ശേഷമുള്ള ശ്ലോകമാണ് അല്ലെ. അവിടെ രണ്ട് കൂട്ടര് ശംഖഭേരികൾ മുഴക്കി എന്ന് പറയുന്നു. ഒന്ന് ദുര്യോധനാദികൾക്ക് സന്തോഷമുണ്ടാക്കാനായിട്ട് ഭീഷ്മദേവർ തന്റെ ശംഖം മുഴക്കിയെന്നും അതിനുശേഷം എന്താണ് പാണ്ഡവർ 5 പേരും ശ്രീകൃഷ്ണ ഭഗവാനും തങ്ങളുടെ ശംഖം മുഴക്കിയെന്നും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സഘോഷോ എന്താണ്? ആ വൈബ്രേഷൻ. ഏത് വൈബ്രേഷൻ? ആദ്യം പറഞ്ഞ ഭീഷ്മ പിതാമഹന്റെ ശംഖത്തിന്റെ വൈബ്രേഷൻ അല്ല ഇവിടെ പറയുന്നത്. രണ്ടാമത് പറഞ്ഞ പാണ്ഡവരുടെ ശംഖത്തിന്റെ എന്താണ്? ഘോഷം എന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു? പാണ്ഡവരുടെ ശംഖത്തിന്റെ ഘോഷം എന്ന് പറയുന്നത് ധാർത്തരാഷ്ട്രാണ ഹൃദയാനി വ്യദാരയത്. എന്ത് പറഞ്ഞു? ധാർത്തരാഷ്ട്രന്മാർ. ആരാണ് ധാർത്തരാഷ്ട്രന്മാർ? എന്തുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ചും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ കാരണം? സഞ്ജയനാണ് പറയുന്നത് അല്ലേ. ധൃതരാഷ്ട്രർക്ക് എന്തായിരുന്നു ചോദ്യം? തന്റെ പുത്രന്മാർക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു എന്നായിരുന്നു ചോദ്യം. അപ്പോ ഈ പുത്രന്മാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ആദ്യം തുടങ്ങുന്നത് ഇതാണ്. എന്താണ്? ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. ഹൃദയാനി വ്യദാരയത് എന്താണ്? അവരുടെ ഹൃദയത്തെ തകർക്കുന്ന തരത്തിൽ എന്ത് സംഭവിച്ചു? അവിടെ പാണ്ഡവരുടെ ശംഖഘോഷം ഉയർന്നു കേട്ടു. നഭശ്ച പൃഥ്വീം ചൈവ തുമുലോ. എന്താണ് തുമുലോ? തുമുലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വലിയ ശബ്ദം എന്നാണ്. ടമുൾട്ടസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്, അതിന്റെ ഈക്വലന്റ് ആണ് തുമുലോ എന്ന് പറയുന്നത്. ഇത് ഇതിനു മുന്നുള്ള ശ്ലോകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആകാശം മുതൽ ഭൂമി വരെ അതിന്റെ പ്രതിധ്വനി ഉയർന്നു കേൾക്കാമായിരുന്നു. നഭശ്ച പൃഥ്വീം ചൈവ തുമുലോ അഭ്യനുനാദയൻ. അത് റിവർബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്കോ പോലെ എന്താണ്? പ്രതിധ്വനിച്ചു കേട്ടു എന്ന് പറയുന്നു. എന്താണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത? ഈ ശ്ലോകത്തില് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ കണ്ടു. നേരത്തെ ധൃതരാഷ്ട്രപുത്രന്മാർ, അതായത് ദുര്യോധനനൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയായിരുന്നു. ദുര്യോധനന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ 2 കാര്യം നടന്നു. ഒന്ന് എന്താണ്? പാണ്ഡവരുടെ വ്യൂഹം കണ്ടപ്പോഴേ തന്നെ ദുര്യോധനൻ വിചാരിച്ചു 11 അക്ഷൗഹിണി പടയൊക്കെ എനിക്കുണ്ട്. ഭീഷ്മര്, കർണര്, ദ്രോണര്, പിന്നെ എന്താണ് അശ്വത്ഥാമ, പിന്നെ ശല്യര്, ഭൂരിശ്രവസ്, ബാഹ്ലിക, ഇതുപോലെ ഒരുപാട് മഹാരഥന്മാർ എന്റെ കൂടെ ഉണ്ട്. പാണ്ഡവർക്ക് ആകെ 7 അക്ഷൗഹിണി പടയേ ഉള്ളൂ. വളരെയധികം പരിമിതമായിട്ടുള്ള ആൾക്കാർ മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് വിജയ സാധ്യത എനിക്കാണ് എന്ന് എന്ത് ചെയ്തിരുന്നു? ദുര്യോധനൻ നേരത്തെ ചിന്തിച്ചുറപ്പിച്ചിരുന്നു യുദ്ധത്തിന് മുമ്പ്. അതിനുശേഷം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ദുര്യോധനൻ യുദ്ധമുഖത്ത് പോയപ്പോ എന്താണ്? പാണ്ഡവരുടെ വ്യൂഢം കണ്ടു, അപ്പോഴേക്കും ചിന്തിതനായി. ഇനി രണ്ടാമത് എന്ത് സംഭവിച്ചു? ഈ ശംഖനാദം കേട്ടു. ശംഖനാദം കേട്ടപ്പോ എന്ത് സംഭവിച്ചു? ദുര്യോധനന്റെ ഹൃദയത്തിന് വീണ്ടും എന്തുണ്ടായി? വ്യഥയുണ്ടായി. ഹൃദയാനി വ്യഥാരയത്.
കാരണം എന്താണ്? ഈ ഒരു ആത്മവിശ്വാസം തകരുന്ന ഘട്ടമാണ് ആരുടേത്? ദുര്യോധനന്റേത്. കാരണം ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല്, ഹൃദയാനിവ്യതാരയ ആരുടേതാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാണ്ഡവന്മാരുടെ ശംഖം കേട്ടിട്ട് ദുര്യോധനനാണ് ഉണ്ടാകുന്നത്, ദുര്യോധനൻ പേടിച്ചു പോകും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റ് എന്താണ്? കഥയിലെ ട്വിസ്റ്റ്, അതായത് അപ്രതീക്ഷിതമായി നടക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ അർജുനനാണ് ഹൃദയാനിവേദാരത ഉണ്ടാകുന്നത്. എന്താണ്? അർജുനൻ വന്നിട്ട് ഭഗവാന്റെ ഭഗവാൻ തേരാളിയായിരിക്കുമ്പോ അർജുനൻ വന്നിട്ട് അത്രയ്ക്ക് ധീരനായിട്ടുള്ള ഒരു ആരാണ്? യോദ്ധാവാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു? ഇതൊന്നും വളരെ വളരെ സ്ട്രെങ്ത്, അതായത് വളരെ ശക്തിയോടുകൂടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി വരുന്നത്. അതും ഒരു എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ്? എല്ലാരും വിജയപ്രതീക്ഷയോടുകൂടിയാണ് യുദ്ധത്തിന് വരുന്നത്. രണ്ടു കൂട്ടരും വരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അർജുനൻ എന്ത് ചെയ്യുന്നു? നമ്മൾ വിചാരിക്കും ദുര്യോധനാണ് ഇത് കണ്ട് പേടിച്ചു പോകുന്നതെന്ന്. പക്ഷെ വേറൊരു കാര്യത്തിനാണ് അർജുനൻ ഹൃദയാനിവേദാരതനാകുന്നത്, അല്ലെ? എന്താണ് ഹൃദയാനിവേദാരതനാകുന്നത്? കഷ്ടപ്പെടാൻ പോകുന്നത് ആരാണ് അവിടെ? അർജുനനാണ്. ഈ ദുഃഖങ്ങളെല്ലാം വന്നിട്ട്, അതായത് ബന്ധുജനങ്ങളെ കൊല്ലുന്ന ആ ഒരു പാപം, പിന്നെ എന്താണ്, പല കാര്യങ്ങളും ഉണ്ട്. ഇനി വഴിയെ നമ്മൾ കാണും എന്തൊക്കെ കാരണം കൊണ്ടാണ് അർജുനൻ വന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ന്. ആ ഹൃദയവേദ ആക്ച്വലി അർജുനനാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും സ്മൂത്ത് അല്ല. അത് എപ്പോഴും വന്നിട്ട് എന്ത് ചെയ്യും? അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. ഈ ശ്ലോകം പ്രതിധ്വനിപ്പിക്കുന്നത് ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയാനിവേദാരതയാണെങ്കിലും നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണാൻ പോകുന്നത് അത്ര ബലശാലിയായിട്ടുള്ള ഒരാളുടെ ഹൃദയാനിവേദാരതയാണ് കാണാൻ പോകുന്നത്. ഹൃദയം തകർന്നു എന്ന് പറയും. എങ്ങനെയാണ് ഹൃദയം തകർന്നു എന്ന് പറയുന്നത്? കൗരവര് തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ആത്മവിശ്വാസമാണ് തകർന്നത്. അവർക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസം തകർന്നു പോകുന്നത്? അവർക്ക് വിജയപ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? യുദ്ധം ജയിക്കുമെന്നൊക്കെ ആദ്യം അവർക്ക് തോന്നിയിരുന്നു. പാണ്ഡവരാണെങ്കിൽ എതിരിടാൻ വേണ്ടിയിട്ടുള്ള പോരാളികൾ പോലും അല്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ദുര്യോധനൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ശകുനിയുടെ പുത്രനായ ഉലൂകനെ വിട്ടു. എന്നിട്ട് അവിടെ അദ്ദേഹം വന്നിട്ട് എല്ലാവരെയും നാണം കെടുത്തുന്നത് പോലെ സംസാരിച്ചു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ദുര്യോധനൻ തനിക്ക് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പാണ്ഡവർക്ക് പ്രത്യേകിച്ച് യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് പാണ്ഡവരെ തോൽപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് ആര് വിചാരിച്ചിരുന്നത്? ദുര്യോധനൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പോയ ഉലൂകൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യപ്പോഴേക്കും പാണ്ഡവര് ചൂട് പിടിച്ചു. പക്ഷെ പ്രശ്നം എന്താണ്? ദുര്യോധനൻ വന്നിട്ട് പ്രതീക്ഷിച്ചതുപോലെ അല്ല. അവര് ഫൈറ്റ് ചെയ്യാനേ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം വന്നിട്ട് പാണ്ഡവരുടെ ശംഖധ്വനി കേട്ടപ്പോഴേക്കും തീർന്നുപോയി. എന്താണ്? ആദ്യത്തേത് വ്യൂഢം ദ്രുപദപുത്രേന, അതായത് ദ്രുപദപുത്രൻ വന്നിട്ട് ഉണ്ടാക്കിയ വ്യൂഢം കണ്ടപ്പോ അവര് ചിന്തിതരായി. രണ്ടാമത് ഇവരെന്താണ്? ഈ ശംഖധ്വനി കേട്ടിട്ട് എന്തായി? ചിന്തിതരായി. നമ്മൾ എന്താണ് ഇതിനകത്ത് പഠിക്കുന്നത്? ഭഗവാന് എതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നവരുടെ അവസ്ഥ ഇങ്ങനെയായി തീരുമെന്നാണ് പഠിക്കുന്നത്. എന്താണ്? നാസ്തികന്മാര്, അസുരന്മാര്, ആരായാലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം എന്താണ്? ദുര്യോധനൻ അണിഞ്ഞതുപോലെയുള്ള ഒരു പുറം മൂടിയാണ്, മുഖം മൂടിയാണ് അവർ അണിയാൻ പോകുന്നത്. എന്ത്? ഞങ്ങൾക്ക് പേടിയേ ഇല്ല, ഞങ്ങൾക്ക് ഭയമേ ഇല്ല, ഞങ്ങൾ എല്ലാത്തിനെയും നേരിടും. കാരണം എന്താണ്? അവർ അമിത ആത്മവിശ്വാസമുള്ളവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? കാലക്രമേണ ആ ആത്മവിശ്വാസത്തിന്റെ പുറം മൂടി അല്ലെങ്കിൽ മേൽമൂടിയൊക്കെ അഴിഞ്ഞു വീഴും. ഹൃദയത്തിലെ വ്യഥ ദൃശ്യമാകും. കാരണം ജീവിതം എന്ന് പറയുന്നത്, ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖാലയം, അശാശ്വതമാണ്. ഈ പുറമേ ഉള്ള എന്താണ് ഫിയർലെസ്നെസ് അല്ലെങ്കിൽ പേടി ഇല്ലായ്മ, അവർ കാണിക്കുന്ന പേടിയില്ലായ്മ എന്നൊക്കെ പറയുന്നത് വെറും പുറംപൂച്ച് മാത്രമാണെന്ന് ഇനി ഒരിക്കൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഭക്തന്മാർ അങ്ങനെയല്ല. ഭക്തന്മാർക്ക് എപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരിക്കും. അവര് ഭഗവാന്റെ ശക്തിയിലും തന്റെ സേവനത്തിലും ഉറച്ച ആത്മവിശ്വാസമുള്ളവരായതുകൊണ്ട് അവസാനം ആരാണ് വിജയിക്കാൻ പോകുന്നത്? ഭക്തന്മാർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ശ്രീല പ്രഭുപാദ്.
അല്ലെ? അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം തനിച്ചായിരുന്നു. പക്ഷേ ആരൊക്കെ പ്രഭുപാദിനെ കണ്ടുവോ അദ്ദേഹത്തിനെ ഓർത്തെടുക്കുകയാണ് ശിഷ്യന്മാർ. എന്താണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നുന്നത്? മുഖത്തെ ചൈതന്യം, ഒരു വിജയസ്മിതം. എന്താണ്? ഇപ്പോഴും ഒരു പുഞ്ചിരി കാണും. തല ഉയർത്തിപ്പിടിച്ചേ നടക്കുകയുള്ളൂ. ഈ ആത്മധൈര്യമൊക്കെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആത്മവിശ്വാസമൊക്കെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിരന്തരം ഭഗവാനെ സേവ ചെയ്യുന്ന ആ ഒരു ആത്മവിശ്വാസമാണ്, ഭക്തിയിലുള്ള വിശ്വാസമാണ് പ്രഭുപാദർക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് തിരിച്ചടികളൊക്കെ പ്രഭുപാദന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവസാനം എന്താണ് സംഭവിക്കുക? നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയും അല്ലേ ഭഗവാൻ. അപ്പൊ അതേപോലെ ഫലം അവസാനം ആർക്ക് അനുകൂലമായിട്ട് വന്നു? ശീലപ്രഭുപാദിന് വിജയങ്ങളൊക്കെ ഒന്നൊന്നായി തുടങ്ങി. ഇതാണ് പാണ്ഡവരുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ശീലപ്രഭുപാദർ ഇതിന്റെ പർപ്പോട്ടിൽ എഴുതുകയാണ്, വൺ ഹൂ ടേക്സ് ഷെൽട്ടർ ഓഫ് ദ സുപ്രീം ലോർഡ് has nothing to fear, even in the midst of the greatest calamity. എന്താണ്? പേടിക്കാൻ ഒന്നുമില്ല. ഇവിടെ ദുര്യോധനാദികൾ പേടിച്ചു എന്ന് എഴുതിയിട്ട് ശീലപ്രഭുപാദ് ഏറ്റവും അവസാനം എഴുതുകയാണ്, പാണ്ഡവര് പേടിച്ചില്ല. കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ പാണ്ഡവാസ് ആൻഡ് their confidence in Lord Krishna. One who takes shelter of the supreme Lord has nothing to fear. നിർഭയനായിരിക്കും. ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കലാമിറ്റി. അതായത് എല്ലാ കലാമിറ്റി, പ്രതിസന്ധികൾക്കിടയിലും അവർക്ക് എന്തായിരിക്കും? നിർഭയനായിരിക്കും. എങ്ങനെയാണ് ഒരാൾ നിർഭയനായിട്ടിരിക്കുന്നത്? എന്താണ് ഭക്തന്മാർ ഭയരഹിതരായിരിക്കും എന്ന് പറയുന്നത്? അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നാണോ? അവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും ഇല്ലേ? നമുക്കറിയാം ഒരുപാട് ഭക്തന്മാര് അസുഖങ്ങൾ കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവർ ഒരിക്കലും നിരാശയുടെ പടുകുഴിയിൽ വീണിട്ട് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ കൊല്ലാനോ പിടിക്കാനോ ഒന്നും പോവാറില്ല. കാരണം എന്താണ് അവരുടെ ഭയരാഹിത്യം? അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ഭയരാഹിത്യം എന്നാൽ എന്താണ് അവരുടെ? എന്തൊക്കെ തരത്തിലുള്ള ഭയം? ആദി ഭൗതികം, ആദി ദൈവികം, ആദി ആത്മികം. ഇത് നമ്മൾ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഉണ്ടാകുന്ന ദുഃഖം തന്നെയാണ്. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാര് അകത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുന്ന അവസരത്തിലും ചില എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? പേടിയില്ല എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു കുടിയനെ ആലോചിച്ചു നോക്കൂ. അയാള് എന്ത് ചെയ്യുകയാണ്? ഭയങ്കര മദ്യമെല്ലാം കഴിച്ച് അയാൾ അതിനകത്ത് മുഴുകി. എന്താണ്? അയാൾക്ക് സ്വബോധമില്ല. അങ്ങനെ ബോധമില്ലാത്ത അവസരത്തിൽ അയാൾ നേരെ റോഡിലേക്ക് ഇറങ്ങി നടക്കും. ട്രാഫിക് സിഗ്നൽ കണ്ടാലും അയാൾക്കൊന്നും തോന്നൂല. അയാൾ നേരെ നടന്നങ്ങ് പോകും. ബാക്കിയുള്ളവർ വേണമെങ്കിൽ ഹോൺ അടിക്കണം, വണ്ടി നിർത്തണം അയാളെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ ഭയരാഹിത്യമല്ലേ? അല്ലേ? നിർഭയത്വമല്ലേ? പക്ഷെ എന്താണ്? അത് മണ്ടത്തരമാണ്. അത് നിർഭയത്വം എന്നല്ല വിളിക്കുന്നത്. എന്താണ്? ഭൗതികതയിൽ മുഴുകി, സ്വന്തം ചിന്തയിൽ മുഴുകി, പുറമെ ഒന്നും അറിയാതെ നടക്കുന്നതിനെ ഭയരാഹിത്യം എന്നല്ല പറയുന്നത്, അതിനെ മണ്ടത്തരം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വലിയ വണ്ടി വന്നിട്ട് ഇടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അയാളുടെ നിർഭയത്വമൊക്കെ. അയാൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല നടക്കുക. കാരണം അയാൾക്ക് ബോധമില്ല പുറമെ. അതുകൊണ്ടാണ് അയാൾക്ക് ഭയമില്ലാത്തത്. അങ്ങനെയുള്ള ഭയരാഹിത്യമുണ്ട്. ഇനി രണ്ടാമത് ഭയം വരുന്നത് കൂടുതൽ ഭൗതികതയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭയം വരും. കാരണം നമുക്കുള്ളതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. പൈസയും സൗന്ദര്യവും വിദ്യാഭ്യാസവും അതും ഇതും എല്ലാം വന്നിട്ട് എന്താണ്? എല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഉറപ്പുമില്ല, നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല. ആ ഉറപ്പില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭയമാണ്. ആസ്വദിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും നാളെ ഇത് നഷ്ടപ്പെട്ടാലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇതും ഭയത്തിന് ഒരു കാരണമാണ്. അതായത് ബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഭയം വരൂല. പക്ഷെ അത് ഭയരാഹിത്യമല്ല, മന്ദബുദ്ധിത്തരമാണ്. അതായത് ഫൂളിഷ്നെസ് ആണ്. കാരണം അത് യഥാർത്ഥത്തിൽ ഭയമില്ലാത്തതല്ല, ഭയത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇനി രണ്ടാമത്, അമിതമായിട്ട് ഭൗതികമായിട്ടുള്ള ആസക്തി ഉണ്ടെങ്കിലും നമ്മൾക്ക് ഭയം ഉണ്ടാകും. ഇനി ഭയം യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോഴാണ്. അതായത് എനിക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നശ്വരമാണെന്നും ഞാൻ അനശ്വരനായ ആത്മാവാണ് എന്നും മനസ്സിലാകുന്നു. രണ്ട്, കൃഷ്ണൻ സദാ
നമ്മളോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാകും. എന്താണ്? രക്ഷയിഷ്യേ ഇതി വിശ്വാസഃ, അല്ലേ? എന്താണ് രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, എപ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഭയരാഹിത്യം ഉണ്ടാകും. പിന്നെ ഭയത്തിന് കാരണം എന്താണ്? ഇനി ഒരു ശരീരം വേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയുമാണ് ഭയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം, അല്ലേ? ഭയം ദ്വിതീയ അഭിനിവേശസ്യാത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതായത് ഇനി നമ്മൾക്ക് ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം സ്വീകരിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയും ഭയമാണ്. ഭക്തൻ എന്തിനാണ് ആ ഭയമുള്ളത്? മാരേ കൃഷ്ണ രാഖേഖേ, രാഖേ കൃഷ്ണ മാരേഖേ എന്ന് പറയും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭഗവാൻ ഉണ്ടെങ്കിൽ വേറെ ആരാണ് നമ്മളെ ഹാം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇരിക്കുന്നത്? അതായത് കൃഷ്ണൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടുള്ള ഭയരാഹിത്യമാണ് ഒരു ഭക്തനുള്ളത്. അത് അനശ്വരമായിട്ടുള്ളതാണ്. അത് യഥാർത്ഥത്തിലുള്ള ഭയരാഹിത്യമാണ്. ആദ്യം പറഞ്ഞ മന്ദബുദ്ധിയായിട്ടുള്ള കുടിയനെ പോലെയുള്ള ഭയരാഹിത്യമല്ല. രണ്ടാമത് അമിതമായിട്ടുള്ള ഭൗതിക ആസക്തി കൊണ്ടുള്ള ഭയവും ഇല്ല ഭക്തന്. ഭക്തന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഭയം എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ ആർക്കാണ് പേടിപ്പിക്കാൻ കഴിയുക, ഭയപ്പെടുത്താൻ കഴിയുക? ഭഗവാനാണ് കഴിയുക. എന്താണ് മറ്റേ ദാമോദര ലീലയിൽ പറയും, ഭയം എന്ന് പറയുന്നത് ഭഗവാൻ വന്നിട്ട് കണ്ണു തിരുമ്പി യശോദ മാതാവിനെ ഭയപ്പെട്ടിട്ട് കരയുകയാണ്. അപ്പൊ ആചാര്യന്മാര് പറയുന്ന യഥാർത്ഥത്തിൽ ഭയത്തിനെ കൂടി ഭയപ്പെടുത്താനുള്ള കഴിവുള്ളവനാണ് ഭഗവാൻ. ഭയം പോലും ഭഗവാനെ ഭയപ്പെടും എന്നാണ്. എന്നിട്ടും ഭഗവാൻ സ്വന്തം ഭക്തയായിട്ടുള്ള യശോദ മാതാവിന്റെ മുന്നിൽ ഭയം വന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രകടിപ്പിക്കുന്നു എന്ന്. അപ്പോ ആ ഭയം ഇല്ലാത്ത അവസ്ഥ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ഭയത്തിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഭയത്തിനെ ഇല്ലാതാക്കുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ആര്? കൃഷ്ണൻ. ഭയം ഇല്ലാത്തത് കൊണ്ടല്ല, ഭയമുണ്ട്. പക്ഷെ എന്നാലും കൃഷ്ണൻ ഉള്ളപ്പോൾ ഈ ഭയം എന്ത് ചെയ്യും? ഇല്ലാതായി മാറും എന്നുള്ള അവസ്ഥയുള്ളത് കൊണ്ടാണ്. എന്താണ്? കൃഷ്ണൻ ഉള്ളത് കൊണ്ട് ഭയം ഇല്ലാതായി മാറും എന്നുള്ള അവസ്ഥ. അതാണ് നമ്മളുടെ ഭയരാഹിത്യത്തിന് അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഭയരാഹിത്യത്തിന് കാരണം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു പാതിരാത്രി ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ദൂരെ നിന്ന് ഒരു തടിമാടനായിട്ടുള്ള ഒരാള് നമ്മളുടെ മുന്നേ നടന്നു വരുന്നു, ഇങ്ങോട്ട് നടന്നു വരുന്നു. നമുക്ക് ഉള്ളിൽ പേടി വരും. അയ്യോ, അയാൾ ഇവിടെ വന്ന് എന്നെ എങ്ങാനും ഉപദ്രവിച്ചാലോ, എന്റെ മാല പറിച്ചുകൊണ്ട് പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ. അത് ഭയമാണ്, അല്ലേ? പക്ഷെ അപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ അയാൾ വരുന്നതിന്റെ തൊട്ടിപ്പുറത്ത് തോക്കും പിന്നെ കയ്യിൽ മറ്റേ എന്താണ് ബാറ്റണും ഒക്കെ ആയിട്ട് ഒരു പോലീസുകാരൻ യൂണിഫോമിൽ നിൽക്കുന്നത്. ഭയം ഉണ്ടാക്കാനുള്ള കോസ് അവിടെയുണ്ട്, നമ്മളും അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഭയം ഉണ്ടാവില്ല. കാരണം എന്താണ്? ആ പോലീസുകാരൻ അവിടെ നിൽക്കുന്നു എന്നുള്ള ധൈര്യം ഈ കള്ളൻ നമ്മളെ ഉപദ്രവിക്കാൻ വരും എന്നുള്ള ഭയത്തിനേക്കാൾ മേലെയാണ്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഭക്തന്മാരുടെ കാര്യവും. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയം ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾക്ക്. നേരെ പോകുമ്പോൾ നമ്മൾ പോകുന്ന റോഡ് എന്ന് പറയുന്നത്, ഭൗതികത എന്ന് പറയുന്നത് നിറയെ ഈ പ്രകാരം കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ ആരാണ് നമ്മുടെ പോലീസ്മാൻ? കൃഷ്ണനാണ് നമ്മുടെ പോലീസ്മാൻ. ഒരിക്കലും ഭഗവാൻ നമ്മളെ എന്ത് ചെയ്യുകയില്ല? തള്ളിക്കളയുകയില്ല. അതായത് ഭക്തന്മാരെ നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് എന്താണ്? കൗന്തേയ പ്രതിജാനേഹി നമേ ഭക്ത പ്രണശ്യതി. ആ ഒരു വാക്കും കൊണ്ട് ഭഗവാൻ പറയുകയാണ്, നിന്റെ ഭയം എല്ലാം വന്നിട്ട് ഞാൻ ഇല്ലാണ്ടാക്കി തരാം, അഭയം തരാം എന്ന് പറയുന്നത്. അപ്പോ ഈ ഭയമില്ലായ്മ എന്ന് പറയുന്നത് പോലീസുകാരനുള്ളപ്പോ കള്ളനെ കണ്ടാൽ നമുക്ക് ഭയമില്ലാത്തതുപോലെ, പോലീസുകാരന്റെ കയ്യിൽ തോക്കുണ്ട്, ബാറ്റണുണ്ട്, അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ എന്തുണ്ടാവുകയില്ല? ഞാൻ ഭയക്കുകയില്ല. അതേപോലെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളും ഭയപ്പെടുത്തുന്ന എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും നമ്മളുടെ മുന്നിൽ ഉണ്ടെങ്കിലും കൃഷ്ണൻ ആരാണ്? ഈ ഭയത്തിനെ ഇല്ലാതാക്കി കളയാൻ സർവശക്തിമാനാണ്. ഭയത്തിനെ പോലും ഭയപ്പെടുത്താൻ വന്നിട്ട് ശക്തിയുള്ളവനാണ് കൃഷ്ണൻ. ഭഗവാൻ നമ്മളോട് ഉള്ളപ്പോ നമ്മൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. അതാണ് പാണ്ഡവരുടെ ഭയമില്ലായ്മയുടെ കാരണം എന്ന് പറയുന്നത്. കാരണം പാണ്ഡവര് ഭയപ്പെടാത്തത് കാരണം എന്താണ്? പാർത്ഥസാരഥി ഉള്ളത് കൊണ്ടാണ്. അതായത് ഭയത്തെ അകറ്റുന്ന കൃഷ്ണന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ സാമീപ്യമാണ് അവര് മനസ്സിലാക്കിയത്. ദുര്യോധനൻ പക്ഷെ അത് മനസ്സിലാക്കിയില്ല. ദുര്യോധനൻ കൃഷ്ണനെ ഈശ്വരനായിട്ട് കണ്ടുമില്ല.
ദുര്യോധനൻ കൃഷ്ണനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആയിട്ട് കണ്ടില്ല. അതാണ് ദുര്യോധനന്റെ ഭയത്തിന്റെ കാരണം. അഭയം തരാൻ ആരില്ല ദുര്യോധനന്? കൃഷ്ണനില്ല. കൃഷ്ണൻ ഉണ്ടായിരുന്നു, പക്ഷെ ദുര്യോധനൻ കൃഷ്ണനെ നിരാകരിച്ചു. എന്ത് ചെയ്തു? തട്ടിമാറ്റി. കാരണം നാരായണസേന മതി, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആയുധം എടുക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ കിട്ടിയിട്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് ദുര്യോധനൻ ചിന്തിച്ചു. മണ്ടനായ ദുര്യോധനൻ. അങ്ങനെ ഭയത്തിനെ ഭയപ്പെടുത്തുന്ന ആളാണ് കൃഷ്ണൻ എന്ന് ദുര്യോധനൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ദുര്യോധനൻ എന്ത് ചെയ്തില്ല? അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവിടെ അർജുനൻ വന്നിട്ട് തന്റെ എന്ത് തരത്തിലുള്ള ഭയത്തെയും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്യും? ഇല്ലാതാക്കി കളയുമെന്ന് 100% വിശ്വാസത്തോടു കൂടിയാണ് യുദ്ധത്തിന് പോയത്. അപ്പോ അതാണ് നമ്മളുടെ മനസ്സും ഈ പ്രകാരം പലതരത്തിലുള്ള ഭയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിനെ അകറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൃഷ്ണാവബോധത്തിനെ ഉയർത്തണം. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അദ്ദേഹത്തെ നോക്കാത്തത് കൊണ്ടാണ്. ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. എപ്പോഴാണ് ഈ ജീവാത്മാവ് എന്നെ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ് സദാ ഹൃദയത്തിൽ വസിക്കുന്ന ആളാണ് ഭഗവാൻ. എപ്പോഴാണോ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്, അപ്പൊ നമ്മളുടെ ആത്മമിത്രമായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്യും? എന്ത് വേണമെങ്കിലും ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോ ആ കൃഷ്ണാവബോധത്തെ ഉയർത്തി കൃഷ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയാല് അപ്പോഴേ നമ്മളുടെ ഭയം അകലാൻ പോകുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? നിർഭയത്വം വരാൻ പോകുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? 19ാമത്തെ ശ്ലോകം ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയത്തെ വ്യഥയുണ്ടാക്കുന്ന തരത്തില് പാണ്ഡവരുടെ മേൽക്കോയ്മ, യുദ്ധം തുടങ്ങിയില്ല, പക്ഷെ അതിനു മുന്നേ ആരുടെ മേൽക്കോയ്മയാണ്? പാണ്ഡവരുടെ മേൽക്കോയ്മയാണ് കണ്ടത്. മാനസിക യുദ്ധമാണ്. എന്താണ് യുദ്ധം? ഇപ്പൊ ഈ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് ടീംസും അവരവരുടെ ആത്മവിശ്വാസത്തെ തട്ടിച്ചു നോക്കും. കഴിഞ്ഞ കളിയിൽ ആരാണ് ജയിച്ചത്? ഈ പിന്നെ മൈതാനത്ത് ഇതിനു മുന്നേ രണ്ടുപേരും കളിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ജയിച്ചത്? ഫോമിൽ നിൽക്കുന്നത് ആരാണ്? ഏത് ടീമാണ്? ഇതെല്ലാം വന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ വിജയത്തെ വന്നിട്ട് ആത്മവിശ്വാസത്തെ ഉണർത്തും. അപ്പോ ഇവിടെ കൗരവരും പാണ്ഡവരും വന്നിട്ട് എന്താണ്? തങ്ങളുടെ ആത്മവിശ്വാസത്തെ തട്ടിച്ചു നോക്കുകയാണ്. പക്ഷെ കൗരവർക്ക് ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമായിരുന്നു. എന്താണ്? എല്ലാം ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ അവിടെ കൃഷ്ണന്റെ പ്രസൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, ആ ഒരൊറ്റ ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത്? കൗരവരെ വന്നിട്ട് ബലഹീനരുമാക്കുന്നത്, പാണ്ഡവരെ ബലവാന്മാരുമാക്കുന്നത്. എണ്ണത്തിൽ കുറഞ്ഞാലും ഫോമിലല്ല എങ്കിലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ആരാണുള്ളത്? എന്താണ്? ഭയം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ അകറ്റുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസൻസ് ആണ് അർജുനന്റെയും മറ്റു പാണ്ഡവരുടെയും വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമയ പാണ്ഡവഃ ഋഷികേശം തദാ വാക്യം ഇദം ആഹ മഹീപതേ. എന്താണ്? അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമയ പാണ്ഡവാ ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമയ പാണ്ഡവാ ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. ക്യാമറ എങ്ങോട്ട് തിരിയുന്നു? ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത്രയും നേരം ക്യാമറ എവിടെയായിരുന്നു? സഞ്ജയന്റെ ക്യാമറ ഇപ്പോ ദുര്യോധനന്റെ പക്ഷത്തേക്കായിരുന്നു അല്ലെ? ദുര്യോധനൻ അവിടെ പോകുന്നു. എന്താണ്? യുദ്ധഭൂമിയിൽ ദുര്യോധനൻ വന്നിട്ട് ദ്രോണരോട് സംസാരിക്കുന്നു, സൈന്യത്തെ നിരീക്ഷിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ ശംഖം, പേരി, നാദം ഇതൊക്കെ ആകുന്നു. ഇനി ക്യാമറ ഒരാളുടെ നേരെ തിരിക്കുകയാണ്. എങ്ങോട്ട് തിരിക്കുകയാണ് ക്യാമറ? മെയിൻ ക്യാരക്ടർ. ആരാണ് മെയിൻ ക്യാരക്ടർ? അർജുനൻ. വിജയൻ, അർജുനൻ. എന്താണ്? അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ. എന്താണ്? അഥ വ്യവസ്ഥിതാൻ. At that time, the son of Pandu, Arjuna, seated in the chariot, bearing the flag marked with Kapithwaja, അതായത് ഹനുമാൻ,
took up his bow and prepared to shoot his arrows. O king, after looking at the sons of Dhritarashtra drawn in the military array, Arjuna then spoke to Krishna in these words. ഇവിടെ അർജുനന്റെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് അർജുനൻ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അർജുനനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്ത് സംഭവിക്കുന്നു? കപിധ്വജ. കപിധ്വജ ധ്വജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടി. കൊടി അടയാളം എന്താണ്? ഈ കൊടി എന്തിനാണെന്ന് അറിയാമോ? ഒരു വലിയ യുദ്ധമാണല്ലേ, അതിൻ്റെ അകത്ത് ഒരുപാട് രഥങ്ങളും ആനകളും കുതിരകളും അതും ഇതും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ ആരാണ് ഈ രഥത്തിൽ വരുന്നത്? രഥത്തിന് പ്രത്യേകിച്ച് നിറവൊന്നുമില്ല. എല്ലാം എന്താണ്? അർജുനന്റെ രഥം മഹതീസ് എന്തനെ സ്ഥിതവും അല്ലേ, നമ്മൾ കേട്ടു. അഗ്നി ഭഗവാൻ നൽകിയ രഥമാണ് പാണ്ഡവരിൽ അർജുനന്. അപ്പൊ ആ രഥം വന്നിട്ട് ആ രഥത്തെ പോലെ തന്നെ പലതരത്തിലുള്ള രഥങ്ങളും ഉണ്ടാകും. യുധിഷ്ഠിരന്റെ രഥം, പിന്നെ ഭീമന്റെ രഥം, ഭീഷ്മരുടെ രഥം, ദുര്യോധനന്റെ രഥം. അപ്പൊ ആൾക്കാരെങ്ങനെ മനസ്സിലാകും ഈ രഥം ആരുടെയാണെന്ന്? ദൂരെ നിന്ന് കണ്ടാൽ അവർക്ക് എങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ അത് അർജുനനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പോ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിലെ കൊടി അടയാളം കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. ആ കൊടി എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അതായത് ഈ ആളുടെ രഥത്തിന്റെ കൊടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൊടിയാണ്. അപ്പൊ ദുര്യോധനൻ ഒരു പ്രത്യേക കൊടിയാണ്, ഭീഷ്മർക്ക് ഒരു പ്രത്യേക കൊടിയാണ്. എല്ലാ രഥത്തിന്റെയും ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന രഥത്തിന്റെ നേരെ മേലെ പറക്കുന്ന കൊടി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. അയാൾ അത് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എന്താണ് വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ധൈര്യം, ഇതെല്ലാം നോക്കിയിട്ടാണ്. അർജുനന്റെ കൊടിയടയാളം എന്താണ്? ഹനുമാൻ. ആക്ച്വലി ഹനുമാൻ എന്നല്ല, അർജുനന്റെ കൊടിയിൽ ആദ്യം ഉണ്ടായിരുന്നത് വാനരന്റെ രൂപമാണെന്നേ ഉള്ളൂ. അത് ഹനുമാനാണെന്ന് എവിടെയും പറയുന്നില്ല. കപിധ്വജ. കപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുരങ്ങൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വാനരൻ എന്നാണ് അർത്ഥം. കപിധ്വജ എന്ന് പറഞ്ഞാൽ ആ കൊടി എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു അടയാളമുണ്ട്. അത് അർജുനനെ തിരിച്ചറിയുന്നത് ആ അടയാളം വെച്ചിട്ടാണ്. അതാണ് കപിധ്വജ. അപ്പോ എന്താണ് അത് കഴിഞ്ഞിട്ട് പറയുന്നത്? പ്രവൃത്തേ ശസ്ത്രസമ്പാദേ. എന്താണ് പ്രവൃത്തേ ശസ്ത്രസമ്പാദേ? എന്താണ്? തയ്യാറാണ്. അർജുനൻ വന്നിട്ട് ശരവും ശാപവും ഒക്കെ എടുത്തിട്ട് തയ്യാറാണ്. എന്ത് ചെയ്തിരിക്കുന്നു? ധനുർ ഉദ്യമ്യ പാണ്ഡവ. തന്റെ ഗാണ്ഡീവമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? വില്ല് കൊലയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അർജുനൻ. നേരെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഗാണ്ഡീവം എടുത്തിട്ട് വില്ല് കൊലയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഋഷികേശം തഥാ വാക്യം. അപ്പോഴാണ് അർജുനൻ കാണുന്നത്. കണ്ടു കഴിയുമ്പോഴാണ് അർജുനന് പ്രശ്നമാകുന്നത് അല്ലേ. ഇത്രയും നേരം അർജുനന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ കണ്ടു കഴിയുമ്പോൾ അർജുനന് ആകെപ്പാടെ എന്താകും? എന്താണ് എന്തിനാണ് എങ്ങനെയാണ് എന്നൊന്നും അർജുനന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഋഷികേശം തഥാ വാക്യം. അപ്പോഴാണ് അർജുനൻ ഇപ്രകാരം ആരോട് പറയുന്നത്? ഋഷികേശനോട് പറയുന്നത്. ഇതിനൊക്കെ അർത്ഥമുണ്ട്, നമുക്ക് പറയാം. എന്നാലും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് മാത്രം കേൾക്കാം, അർത്ഥം മാത്രം പറയാം അല്ലെ. ഋഷികേശം തഥാ വാക്യം ഇതം ആഹ മഹീപതേ. ആരാണ് മഹീപതി? ആരോട് പറയുന്നു? സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രോട് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു അർജുനൻ, അല്ലയോ മഹീപതേ, രാജാവേ എന്ന് പറയുന്നു. രാജാവേ എന്ന് വിളിക്കാൻ കാരണം ഇനിയുണ്ട്. അധികം കാലം അങ്ങനെ രാജാവായിട്ട് ഇരിക്കൂല എന്നുള്ള ഒരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ സംഭാഷണം ആര് തമ്മിലായിരുന്നു? ദ്രോണരും ദുര്യോധനനും തമ്മിലായിരുന്നു അല്ലെ, നമ്മൾ കേട്ടു. അത് എന്തിനായിരുന്നു? ദ്രോണാചാര്യർക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി സംഭാഷണം ആര് തമ്മിലാണ്? അർജുനനും കൃഷ്ണനും തമ്മിലാണ്. പക്ഷേ അർജുനന് അവിടെ ഇൻസ്പിറേഷൻ അല്ല ഉണ്ടായിരുന്നത്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ധനുരുദ്യമ്യ പാണ്ഡവ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഊർജം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു. അവിടെ ആരാണ് അർജുനന് ഊർജം കൊടുക്കുന്നത്? ഭഗവാനാണ് അർജുനന് ഊർജം കൊടുക്കുന്നത്. എന്താണ്? സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ. എന്തു പറ്റി അർജുനന്? അർജുനൻ സ്വജനവധാത് വിമുഖസ്യ, സ്വജനങ്ങളെ വധിക്കുന്നതിന് വിമുഖനായിട്ട് ദോഷബുദ്ധിയ. അത് നല്ല ബുദ്ധിയല്ല. എന്താണ്? ദോഷബുദ്ധിയാണത്. എന്ത് സംഭവിച്ചു? കുമതിം അഹരാത് ആത്മവിദ്യയാച്ച. ഭീഷ്മദേവര് പറയുകയാണ്, കുമതി മഹരത് ആത്മവിദ്യയാച്ച. അർജുനന്റെ ബുദ്ധി എന്ന് പറയുന്നത് കുമതിയാണ്. എന്താണ്?
ബുദ്ധിമോശമാണ് അർജുനൻ. സ്വന്തം ധർമ്മത്തെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് സ്വന്തം ധർമ്മത്തെ മറന്നിരിക്കുന്നത് കുമതിയായിരുന്നു. അങ്ങനെ ആ കുമതിയെ എന്താണ് അഹരാത്, എങ്ങനെ അത് നശിപ്പിച്ചു, എങ്ങനെ ആത്മവിദ്യയാച്ച, ഗീതോപദേശം നൽകിക്കൊണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത്. യുദ്ധനിരീക്ഷണം നടത്തി നമ്മൾ രണ്ടുപേരും അല്ലെ. നമ്മള് രണ്ട് പക്ഷത്തുകാരും പാണ്ഡവരും വന്നിട്ട് ദുര്യോധനനും വന്നിട്ട് എന്ത് ചെയ്യുന്നു, യുദ്ധം നിരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു 11 അക്ഷൗണിപ്പട, ഭീഷ്മര്, ദ്രോണര്, എല്ലാവരും, അശ്വത്ഥാമാവ്, ശല്യര്, പിന്നെ ആരാണ്, ബാഹ്ലീക, ഭൂരിശ്രവ, ഇങ്ങനെയുള്ള യോദ്ധാക്കളൊക്കെ ഉള്ള 11 അക്ഷൗണിപ്പട എന്നൊക്കെ പറയുന്നത് എണ്ണമില്ലാത്ത അക്ഷൗണിയൊക്കെ ഭയങ്കര വലിയ കണക്കാണ്. അതൊക്കെ ഭയങ്കര ആൾബലമുള്ള സൈന്യം ദുര്യോധനന്റെയാണ്. അത് ഉറപ്പായിട്ടും ദുര്യോധനനായിരിക്കും. നമ്മള് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ, കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ദുര്യോധനനായിരിക്കും ജയിക്കുക എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. പക്ഷെ അവിടെ 7 അക്ഷൗണിയേ ഉള്ളൂ. ആകപ്പാടെ വലിയ മഹാരഥന്മാരെന്ന് പറയുന്നത് പാണ്ഡവരും ഒക്കെ ഉള്ളൂ. പക്ഷെ അവിടെ ഒരാളെ, രഥത്തിലിരിക്കുന്ന ആളെ, പാർത്ഥസാരഥിയെ ആരും കൺസിഡർ ചെയ്തില്ല എങ്കിൽ എല്ലാരും വിചാരിക്കും ദുര്യോധനനാണ് എന്ത് ചെയ്യുന്നത്, മേൽക്കോയ്മയുള്ളത്. അത് തന്നെയാണ് ദുര്യോധനനും പറ്റിയതും. ആദ്യം വ്യൂഢം കണ്ട് ചിന്തിതനായി, പിന്നെ ശംഖനാദം കേട്ട് ചിന്തിതനായി. ഏത് പക്ഷത്തിനാണ് വിജയസാധ്യത? പാണ്ഡവ പക്ഷത്തിനാണ് വിജയസാധ്യത എന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഭഗവാനുണ്ട്, പിന്നെ പാണ്ഡവർ 5 പേരുമുണ്ട്, ഭക്തന്മാരും ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, വിജയം സുനിശ്ചിതമാണ് എന്ന് നമുക്ക് തോന്നും. ഒന്നും സംഭവിക്കൂല. സ്മൂത്ത് ആയിട്ട് നടക്കും യുദ്ധമെല്ലാം. എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവിടെ ദാ കിടക്കുന്നു, അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നത്. എന്താണ് ട്വിസ്റ്റ്? അവിടെ പ്രവചനത്തിന് അതീതമാണ് എല്ലാം എന്ന് നമ്മൾ അറിയുന്നത്. എങ്ങനെ അറിയുന്നു? അവിടെ ആകപ്പാടെ തളരാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ, ആരാണ്? അർജുനൻ. ആ അർജുനനാണ് അവിടെ തളരാൻ പോകുന്നത്. നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ അർജുനൻ ഇങ്ങനെ സംസാരിക്കും? ആരാണ് അർജുനൻ? അർജുനൻ എന്ന് പറയുന്നത് സാധാരണ ഈ എന്താണ്, എക്സ്ട്രീംസ്, അതായത് ബിഹേവിയർ, സ്വഭാവത്തിന്റെ എക്സ്ട്രീംസ് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരില് അങ്ങേ അറ്റത്ത് ആരുണ്ട്? യുധിഷ്ഠിരനുണ്ട്. യുധിഷ്ഠിരൻ ഭയങ്കര സമചിത്തനാണ്. ആർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും വിട്ടുകൊടുക്കും, എല്ലാം വിട്ടുകൊടുക്കും, ഒരു കുഴപ്പമില്ല, ഒരു പ്രതികാരദാഹവും ഇല്ല, ഒരു വാഞ്ചയില്ല, ഒരു പ്രശ്നവും ഇല്ല, എന്ത് വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളാണ് യുധിഷ്ഠിരൻ. ഇനി ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആള് ഭീമനാണ്. ഭീമൻ എന്താണ്? ഭീമൻ ഭയങ്കര വോളട്ടൈലാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. അതായത് ചെയ്താൽ അതിനെ തിരിച്ചടിച്ചാലേ പറ്റത്തുള്ളൂ. അതാണ് ഭീമന്റെ പിന്നെ എന്താണ്, സ്വഭാവത്തിന്റെ പ്രത്യേകത. ഈ യുധിഷ്ഠിരൻ വന്നിട്ട് നമ്മുടെ ചൂത് കളിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ദ്രൗപദിയെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോ ഭീമൻ പറയും, ഭീമൻ അപ്പൊ ഭയങ്കര ദേഷ്യക്കാരനാണ് ഭീമൻ. ഭീമൻ വന്നിട്ട് പറയും, ദുര്യോധനൻ അല്ല, യുധിഷ്ഠിരന്റെ കൈ രണ്ടും വേണേ കത്തിച്ചു കളയണം. കാരണം എന്താണ്, കൈകൾ കൊണ്ടാണ് ചൂത് കളിച്ച് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞ് ഭീമൻ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ആരാണ് ഭീമനെ സമാധാനിപ്പിക്കുന്നത്? അർജുനനാണ് സമാധാനിപ്പിക്കുന്നത്. അപ്പോഴും യുധിഷ്ഠിരനെ എല്ലാരും കൂടെ കളിയാക്കും, കൗരവരെല്ലാരും കൂടെ കളിയാക്കും. എല്ലാം നഷ്ടപ്പെട്ടു, അത് ചെയ്തു, ഇത് ചെയ്തു, നീ അടിമയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദുര്യോധനനും ബാക്കി എല്ലാരും കളിയാക്കും. അപ്പോഴും ദേഷ്യം കൊണ്ട് ഭീമൻ പൊട്ടിത്തെറിക്കാറായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും ആരാണ് സമചിത്തനായിട്ട് നിന്ന് ദുര്യോധനനെ ഭീമനെ സമാധാനിപ്പിക്കുന്നത്? അർജുനനാണ്. അർജുനൻ ഇവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ. നമ്മൾക്കറിയാം 3 സഹോദരന്മാർ ആരുടെയാണ്? കുന്തിയുടെ പുത്രന്മാരായ 3 സഹോദരന്മാരുടെ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് യുധിഷ്ഠിരൻ എല്ലാം വിട്ടുകൊടുക്കുന്ന ആളാണ്. ഒരു പ്രതികാരദാഹവും ഇല്ല, ഒന്നുമില്ല. ഭീമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആളാണ്. പ്രതിജ്ഞ എടുക്കുക, അത് ചെയ്യുക, പ്രവർത്തിക്കുക, ടിറ്റ് ഫോർ ടാറ്റ്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന ആളാണ് ഭീമൻ. ഇവരുടെ രണ്ടുപേരുടെയും നടുക്കാണ് അർജുനൻ. അർജുനൻ സമചിത്തനാണ്. കാര്യങ്ങളെല്ലാം കണ്ട് സമാധാനത്തോടെ നേരിട്ട് ചിന്തിച്ച് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളവനാണ്. അപ്പോ ഈ അർജുനനാണ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നത്? എല്ലാവരുടെയും ഇടയില് മിതത്വം പാലിച്ച് ഇങ്ങനെ സമചിത്തനായിരിക്കുന്ന അർജുനൻ പെട്ടെന്ന് മാനസിക സന്തുലിതാവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവിടെ തലയ്ക്ക് കയ്യും കൊടുത്ത് ഞാൻ യുദ്ധം ചെയ്യൂല കൃഷ്ണ എന്നും പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ആരും പ്രതീക്ഷിക്കൂല. അതാണ് ഭഗവത്ഗീതയുടെ അനിശ്ചിതത്വം, ലോകത്തിന്റെ തന്നെ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വളരെ എന്താണ്, ധനുരുദ്യമ്യ പാണ്ഡവ എന്നാണ് പറയുന്നത് ആദ്യം. പക്ഷെ ആ പാണ്ഡവനാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രകാരം
വളരെ കഷ്ടപ്പെട്ട് എന്താണ് ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് പെട്ടിട്ട് സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ കുത്തിയിരിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കപിധ്വജന്റെ അർത്ഥം എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഹനുമാന്റെ കൊടിയടയാളം എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഒരു കൊടിയുണ്ട്. അർജുനൻ എന്തിനാണ് ഇപ്പൊ ഈ കൊരങ്ങനെയൊക്കെ കൊടിയായിട്ട് സ്വീകരിച്ചത്? ഈ കൊരങ്ങൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല ചിഹ്നമൊന്നും അല്ലല്ലോ. കൊരങ്ങന്മാര് സാധാരണ പ്രശ്നക്കാരല്ലേ, വികൃതികളാണ്, ബുദ്ധിയുള്ളവരൊക്കെ അല്ല എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം എന്താണ് ഒരു പൊടിക്ക് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ കൊരങ്ങന്മാരെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് അർജുനന്റെ കൊടിയടയാളം ഇങ്ങനെ ഉണ്ടായത്, ഈ പിന്നെ ഒരു വാനരനായത്? പറയുന്നത് ചരിത്രപരമായിട്ട് രാമായണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ മഹാഭാരതം സംഭവിക്കുന്നത്. എങ്ങനെ? ആദ്യം ഏതാണ്? ത്രേതായുഗം, അതിനുശേഷമാണ് ദ്വാപരയുഗം, അതിന്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ മഹാഭാരത യുദ്ധം. ഏകദേശം ദ്വാപരയുഗം അവസാനിക്കാറായി, കലിയുഗത്തിന്റെ തുടക്കത്തിലാണ് യുഗസന്ധ്യ. ആ സമയത്താണ് കൃഷ്ണാവതാരം ഉണ്ടാകുന്നതും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതും. പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു പിന്നെ ജനനത്തോടുകൂടി കലിയുഗം വന്നിട്ട് ഓവർലാപ്പ് ചെയ്ത് കയറുകയാണ്. ഈ രണ്ട് യുഗങ്ങളുടെയും സന്ധി, അതിനെയാണ് നമ്മൾ യുഗസന്ധ്യ എന്ന് പറയുന്നത്. ഈ യുഗസന്ധ്യ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇവിടെ? ത്രേതായുഗത്തില് രാമായണം നടന്നു കഴിഞ്ഞു. ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു? മഹാഭാരതം നടക്കാൻ പോകുന്നു. രാമായണം കൊണ്ട് എന്തുണ്ടായി എന്നറിയാമോ? ഈ വാനരന്മാരുടെ സാമൂഹികമായും ആധ്യാത്മികമായിട്ടുമുള്ള ഒരു പ്രതിച്ഛായയെ മാറിക്കളഞ്ഞു. കാരണം അവിടെ ശ്രീരാമചന്ദ്രമൂർത്തി എത്ര കാരുണ്യവാനാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അദ്ദേഹം എല്ലാവരെയും തന്റെ സേവനത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആരെയും വിവേചിച്ചില്ല. താഴേക്കിടയിലുള്ളതെന്നോ എന്താണ് ഉന്നതനെന്നോ ആരെയും, മനുഷ്യനെന്നോ മൃഗമെന്നോ ഒരു വിവേചനവും ഇല്ലാതെ നമ്മുടെ ശ്രീരാമചന്ദ്രമൂർത്തി വന്നിട്ട് എല്ലാവരും ഉപയോഗിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ട് ഭഗവാനെ സേവനം ചെയ്ത ആൾക്കാർ ആരാണ്? ഈ കുരങ്ങന്മാര്, വാനരന്മാര്. അതായത് അവർ താഴേക്കിടയിലുള്ള ഒരു എന്താണ് പ്രശ്നക്കാരാണ്, അത്രയ്ക്ക് എന്താണ് ബുദ്ധിയുള്ളവരല്ല, പിന്നെ എന്താണ് ഇന്ദ്രിയ നിയന്ത്രണം ഒട്ടുമേ ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരെയാണ് സ്വന്തം സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അതില് രാമചന്ദ്രമൂർത്തിയുടെ ഏറ്റവും മികച്ച ഭക്തൻ എന്ന പേര് കേട്ടത് ആരാണ്? ഹനുമാൻ. ഹനുമാൻ ആരാണ്? ഭക്തശിരോമണിയാണ്. ആരുടെ? രാമചന്ദ്രമൂർത്തിയുടെ. അദ്ദേഹവും ഒരു വാനരനാണ്. അപ്പൊ ഇവരുടെ ഈ സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടുമുള്ള പ്രതിച്ഛായയെ ആര് മാറ്റി തന്നു? ശ്രീരാമചന്ദ്രമൂർത്തി മാറ്റി തന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അത് മാത്രമല്ല, ഒരു കഴുകൻ. കഴുകൻ എന്ന് പറഞ്ഞ പക്ഷികളിൽ ഏറ്റവും അൺകൺട്രോൾഡ് ആയിട്ടുള്ള, ഏറ്റവും അബോമിനബിൾ താഴേക്കിടയിലുള്ള പക്ഷി എന്നാണ് കഴുകനെ കാണുന്നത്. അതിലൊരു കഴുകനാണ് സ്വന്തം രാമചന്ദ്രമൂർത്തി സ്വന്തം പുത്രനെ പോലെ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? അന്ത്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. ആർക്ക്? ജഡായുവിന്. അപ്പോ എങ്ങനെയാണ് ഈ കപി അല്ലെങ്കിൽ ഹനുമാൻ വന്നിട്ട്, ഹനുമാൻ എന്താണ് നമ്മുടെ സോറി അർജുനന്റെ കൊടിയിൽ വന്നത് ഈ ഒരു കാരണം കൊണ്ട്. ഭക്തൻ എന്നുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഹനുമാൻ എല്ലാവർക്കും പ്രചോദനമായി തീരും. അതായത് ഹനുമാൻ എന്ന് പറയുന്നത് സ്വന്തം ഭക്തി കൊണ്ട്, സേവന സന്നദ്ധത കൊണ്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് എന്തായി മാറി? ഹനുമാൻ ഒരു പ്രത്യേക വ്യക്തിയായിട്ട് മാറി. പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഭക്തനായ ഒരു വ്യക്തിയായിട്ട് മാറി. ആ ഹനുമാനാണ് ആരുടെ കൊടിയിൽ ഇരിക്കുന്നത്? അർജുനൻ പ്രചോദിതനാകുന്നത്. അർജുനൻ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി ഹനുമാൻ എന്ത് ചെയ്തോ, ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാനും അതേപോലെ ചെയ്യണം എന്ന ആ സേവന സന്നദ്ധതയാണ് ഹനുമാനിൽ നിന്നും ആര് കടമെടുത്തിരിക്കുന്നത്? അർജുനൻ കടമെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ധർമ്മയുദ്ധം വന്നിട്ട് ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് കപിധ്വജൻ എന്ന പേരില് നമ്മളിപ്പോ ഈ ഭഗവത്ഗീതയിൽ നിന്നും കാണുന്നത്. എന്താണ് കപിധ്വജൻ? ഹനുമാൻ എങ്ങനെയാണ് ആ കൊടിയടയാളമായത്? ഹനുമാന്റെ സേവന സന്നദ്ധത, രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള സേവന സന്നദ്ധതയാണ് ആരുപയോഗിക്കുന്നത്? അതിന്റെ പ്രചോദനമാണ് അർജുനൻ ഇവിടെ ഉപയോഗിക്കുന്നത്. രൂപങ്ങൾ വ്യത്യസ്തമാണ് അർജുനന്റെയും ഹനുമാന്റെയും, പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്, സേവനം. ധർമ്മയുദ്ധത്തിൽ കൃഷ്ണനെ സേവിക്കുക, ഇതാണ് അർജുനൻ ചെയ്യാൻ പോകുന്നത്. രാമായണത്തില് അതേ ധർമ്മയുദ്ധത്തില്
രാവണനെ നിഗ്രഹിച്ച് സീതാമാതാവിനെ രാമചന്ദ്രമൂർത്തിയോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും ഹനുമാൻ തന്നെയാണ്. അങ്ങനെയാണ് അപ്പോ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ഹനുമാനെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കൊടിയില് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഹനുമാൻ വന്നിട്ട് സ്വയം ഈ കൊടിയില് പ്രകടമാകുന്നുമുണ്ട്. എന്ത് ചെയ്യുന്നു? പാണ്ഡവരുടെ വനവാസ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? പാണ്ഡവർ വന്നിട്ട് ഒരുപാട് നാള് വനത്തില് വസിച്ചിരുന്നു. ആ സമയത്ത് പല പാണ്ഡവരും അവിടെയും ഇവിടെയും ഒക്കെ ട്രാവൽ ചെയ്തു. അർജുനൻ വന്നിട്ട് സ്വർഗലോകങ്ങളിൽ വരെ ട്രാവൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഭീമൻ വന്നിട്ട് ഹിമാലയ പർവ്വതത്തിന്റെ ആ താഴ്വാരങ്ങളിൽ വെച്ചിട്ട് ഹനുമാനെ കണ്ടുമുട്ടും. ഹനുമാൻ ചിരഞ്ജീവിയാണ്. അപ്പോ ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരത്ത് വെച്ച് ഭീമൻ ഹനുമാനെ കണ്ടുമുട്ടുന്നു. ആരാണ് ഭീമനും? വായുപുത്രൻ. ഹനുമാൻ ആരാണ്? വായുപുത്രൻ. അപ്പൊ ഇവർ രണ്ടുപേരും ആരായി? ബ്രദേഴ്സായി. ഇനി അർജുനനും ഭീമനും ബ്രദേഴ്സ് മാത്രമല്ല, അവർ ഭയങ്കര തിക് ഫ്രണ്ട്സും കൂടിയാണ്. എന്താണ്? വളരെ അടുത്ത ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോ ഭീമൻ വന്നിട്ട് അപ്പോഴറിയാം ഹനുമാൻ വന്നിട്ട് ആ കൊടിയടയാളം കപിയുടെ ആണെങ്കിലും ഹനുമാന്റെ ആണെങ്കിലും അപ്പോ അവിടെ ഹനുമാൻ പ്രത്യക്ഷനല്ലല്ലോ. അർജുനൻ നേരത്തെ തന്നെ ഈ കൊടിയടയാളം സ്വീകരിച്ചിരുന്നതാണ്. ഭീമൻ അറിയാം. അപ്പൊ ഭീമൻ വന്നിട്ട് ഹനുമാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ യുദ്ധത്തിൽ വന്നിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് പ്രചോദനം തരണം, എന്തിനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കപിധ്വജം എന്ന് പറയുന്നത് വെറുമൊരു സിമ്പൽ മാത്രമല്ല, അത് ഹനുമാൻ സ്വയം അർജുനനെ സേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ പ്രത്യക്ഷനാവുകയാണ്. നമ്മൾ കേൾക്കും ആ ഒരു ഹനുമാന്റെ ആ ഒരു എന്താണ് യുദ്ധ കാഹളം, അതുപോലെയുള്ള ആ അലർച്ച എന്ന് പറയുന്നത് ആ യുദ്ധഭൂമിയില് ദുര്യോധനന്റെ ഹൃദയത്തെ, ദുര്യോധനനല്ല കൗരവാദികളുടെ ഹൃദയത്തെ തകർത്ത് കളയുന്ന പോലത്തെ അലർച്ച ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. എവിടെ നിന്ന്? ഈ കപിധ്വജത്തിൽ നിന്ന് കേൾക്കാമായിരുന്നു. ആരാണ് അവിടെ ഉള്ളത്? ഹനുമാൻ. സ്വയം ഹനുമാൻ ആരുടെ റിക്വസ്റ്റ് പ്രകാരം? ഭീമൻ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം അവിടെ വന്ന് എന്ത് ചെയ്തു? ഹനുമാന് വേണമെങ്കിൽ നേരെ യുദ്ധത്തിൽ പങ്കെടുക്കായിരുന്നില്ലേ? മറ്റേ യുദ്ധത്തില് രാവണനെ എതിരിടാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തില്ല? എന്താ കാരണം? ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റോള് ചെയ്യാനുണ്ട്. എന്താണ് റോള്? മഹാഭാരത യുദ്ധത്തിൽ ആർക്കാണ് റോള് ചെയ്യാനുള്ളത്? കൗരവരുടെ എതിരെ വിജയിക്കേണ്ടത് പാണ്ഡവർ, അതായത് ധർമ്മയുദ്ധത്തിൽ ജയിക്കേണ്ട റോൾ, കർത്തവ്യം ആരുടേതാണ്? പാണ്ഡവരുടേതാണ്. അപ്പൊ ഹനുമാൻ ചിരഞ്ജീവി ആയതുകൊണ്ട് യുദ്ധത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഭഗവാന് സ്വന്തം ഭക്തന്മാരുടെ കീർത്തി ഉയർത്തി കാണിക്കാനാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, എല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഭഗവാൻ പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മൊത്തം എടുത്തിട്ട് ഞാനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുവല്ല, ആ അഹങ്കാരത്തോടു കൂടി ഇരിക്കുന്നയാളല്ല. ഇതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ ക്രെഡിറ്റ് നീ എടുത്തോ എന്നാണ് പറയുന്നത്. ഭക്തനും അതുപോലെ തന്നെ എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഗ്ലോറിഫിക്കേഷൻ ആരുടെയാണ് വരുന്നത്? ഭക്തന്മാരുടെയാണ് വരുന്നത്. പാർത്ഥസാരഥി വന്നിട്ട് പാർത്ഥന്റെ സാരഥി മാത്രമാണ്. വിജയൻ ആരാണ്? പാർത്ഥനാണ് അല്ലെ? അർജുനനാണ് അത്രയും ഗ്ലോറിയസ് ആയത്, മഹാഭാരത യുദ്ധത്തിൽ വന്നിട്ട് ഗ്ലോറിയസ് ആയത്. കാരണം പാർത്ഥസാരഥി ആരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്? പാർത്ഥന്റെ കൂടെ, വിജയന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോ ആ കപിധ്വജം എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹനുമാൻ വന്നിട്ട് എങ്ങനെയാണോ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൂടെ സേവനം ചെയ്തുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി ആ ധർമ്മയുദ്ധം വിജയിച്ചത്, അതേപോലെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, ശ്രീരാമചന്ദ്രമൂർത്തി തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹം കൂടെ ഉള്ളപ്പോ പാർത്ഥന്, അല്ലെങ്കിൽ ആ കപിധ്വജൻ ആയിട്ടുള്ള ഹനുമാനും കൂടെ ഉള്ളപ്പോ ധർമ്മയുദ്ധം ജയിക്കാൻ വേണ്ടി അർജുനന് ഒന്നും ബുദ്ധിമുട്ടേണ്ടി വരികയില്ല എന്ന് വ്യാഖ്യാനിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിധ്വനിപ്പിക്കുകയാണ് കപിധ്വജ എന്ന വാക്കിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. തീർന്നില്ല, കുറച്ചും കൂടെ ഉണ്ട്, ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി എന്താണ്? പ്രവൃത്തെ ശസ്ത്രസമ്പാദേ. ഈ വാക്കുകൾക്കൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ഡീപ്പായിട്ട് വായിച്ചു പോയാലാണ് നമ്മൾക്ക് ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാകുന്നത്. പ്രവൃത്തി ശസ്ത്രസമ്പാദേ എന്താണ്? അർജുനൻ തന്റെ അമ്പും വില്ലും ഉയർത്തി ധനുരുദ്യമ്യ പാണ്ഡവ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അത് കണ്ടിട്ട് അർജുനന്റെ ഇന്ദ്രിയങ്ങൾ വന്നിട്ട് അടിമപ്പെട്ടു പോയി. എന്തിന്? ഞാൻ, എന്റേത് എന്നുള്ള ചിന്തയ്ക്ക് അടിമപ്പെട്ടു പോയി.
ഇവരെല്ലാം എന്റെ ശരീരത്തിനോട് ബന്ധുക്കളാണ്. ഇവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ചിലപ്പോ സഹിക്കാൻ പറ്റുകയില്ല. ഇതിലും ഭേദം ഞാൻ യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ്. ഇതെന്താണ്? അർജുനന്റെ വീക്ക്നെസ് ആണ്. എന്ത് വീക്ക്നെസ്? കാർപ്പണ്യദോഷ അപഹത സ്വഭാവ. അതായത് കാർപ്പണ്യദോഷമാണ്. എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു പോയി? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയതാണ് അർജുനൻ വന്നിട്ട് അവിടെ ചെയ്യുന്നത്. അർജുനന്റെ ഇന്ദ്രിയങ്ങൾ എന്താണ്? കൈവിട്ടുപോയി. എന്താണ് കൈവിട്ടു പോയത്? നിരാശയ്ക്കും ദുഃഖത്തിനും ക്ലേശത്തിനും ഒക്കെ അടിമപ്പെട്ടു പോയി. അവിടെ ആരെയാണ് അപ്പോ അർജുനൻ പ്രതീക്ഷിക്കുന്നത്? ആ ഇന്ദ്രിയങ്ങളുടെ നാഥനെയാണ്. അതുകൊണ്ടാണ് അവിടെ ഭഗവാനെ എന്തെന്ന് പറയുന്നത്? ഋഷികേശ. അവിടെ വേറെ ഏതെങ്കിലും പദം ഉപയോഗിക്കായിരുന്നു? മാധവന്നോ പാർത്ഥസാരഥിന്നോ കൃഷ്ണന്നോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പേരുകളും മധുസൂദനാന്നോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ വരുത്. ഇവിടെ എന്തുകൊണ്ടാണ് ഋഷികേശം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് വെറുതെ എഴുതി ചേർക്കുന്നതല്ല. ഒരു വൃത്തം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ എഴുതി ചേർക്കുന്ന പദങ്ങളേ അല്ല ഈ പദങ്ങൾ. അവിടെ എന്തുകൊണ്ട് ഭഗവാൻ ആ പേര് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ആ പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എന്താണ്? ധനുരുദ്യമ പാണ്ഡവ. ആരാണ്? അർജുനൻ ധനുസ്സെല്ലാം ഉയർത്തിക്കൊണ്ട് ഗാണ്ഡീവം ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇന്ദ്രിയങ്ങൾ വഴിതെറ്റിപ്പോയി. നിരാശയ്ക്കും ക്ലേശത്തിനും അതിനും ഇതിനും എല്ലാം അടിമപ്പെട്ടു പോയി. ഇനി ആരാണ് രക്ഷ? ഇന്ദ്രിയങ്ങളെ രക്ഷപ്പെടുത്താൻ ആര് വരണം? ഇന്ദ്രിയങ്ങളുടെ നാഥൻ തന്നെ വരണം. ആരാണത്? ഋഷികേശൻ. ആരാണ്? ഋഷികേശൻ. അപ്പോ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള കൃഷ്ണൻ, ആ ഋഷികേശൻ അദ്ദേഹത്തെ നയിക്കും. അർജുനന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ആരേറ്റെടുക്കും? ഗീതോപദേശം നൽകിക്കൊണ്ട് യഥാർത്ഥ വഴിയിലേക്ക് ആ ഇന്ദ്രിയങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കടമ അല്ലെങ്കിൽ ആ ഒരു കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അവിടെ ഋഷികേശന് മാത്രമേ ഉള്ളൂ. വേറെ ആര് പറഞ്ഞാലും അർജുനന് തൃപ്തിയാവുകയില്ല. അപ്പോ കുമതിം അഹരാത് ആത്മവിദ്യയാച്ച. എന്താണ്? ആ ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി ഋഷികേശനാണ് അവിടെ പ്രകടമായിരിക്കുന്നത്, അർജുനന്റെ കൂടെ രഥത്തിൽ പാർത്ഥസാരഥിയായിട്ട് എന്നാണ് ഇവിടെ എന്താണ് ഈ ഋഷികേശം എന്ന വാക്കുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ലാസ്റ്റ് ടേക്ക് ഹോം മെസ്സേജ്. എന്താണ് നമ്മൾക്കുള്ള പാഠം? ഏറ്റവും അവസാനത്തെ പാഠം ഞാൻ അതിനെ ഇംഗ്ലീഷിൽ ആദ്യം പറയാം. എന്താണ്? ഈവൻ എ ഗോ ഗെറ്റർ should know where to go and what to get. Go getter എന്ന് പറഞ്ഞാൽ എന്താണ്? GO'Getter. Go getter എന്താണ്? ഉശിരുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം എന്താണ്? കയ്യൂക്കുള്ളവൻ, ഉശിരുള്ളവൻ. നമ്മൾ എന്ത് പറയും? കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ എന്ന് പറയും. അതായത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവനാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഫലം കിട്ടുക. നമ്മൾ ഒന്നും ചെയ്യാതെ അവരുടെ തടങ്ങി ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ളത് പോലും കിട്ടൂല. അതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് കർത്തവ്യം ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നത്. നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണം, വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെ? എന്താണ് അർജുനനോട് പറയുന്നത്? കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തുണ്ട്? എന്താണ്? നീ കർത്തവ്യം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ പറയണ്ട ഗോ ഗെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യൂക്കുള്ളവൻ അല്ലെങ്കിൽ ഉശിരുള്ളവൻ, സാമർഥ്യമുള്ളവൻ എന്നൊക്കെയാണ്. നമ്മൾ ആരോടെങ്കിലും ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ ഹരേ കൃഷ്ണ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒരു 5 മിനിറ്റും കൂടെ എടുക്കുകയുള്ളൂ. ഞാന് നമ്മളെ പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോ പറഞ്ഞത് എന്താണ്? നമ്മള് കയ്യൂക്കുള്ളവൻ. ഇപ്പൊ നമ്മള് പുറത്തിറങ്ങി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേനും ആൾക്കാർ പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഈ സ്പിരിച്വാലിറ്റി ഒന്നും ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റികൾ ഈ പുസ്തകം ഒന്നും വായിക്കാനുള്ള ഒരു സമയമേ ഇല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് സമയമില്ല എന്ന് പറയും. നോക്കൂ, ഇവിടെ ആരാണ് ഗോ ഗെറ്റർ? ഇവിടുത്തെ കയ്യൂക്കുള്ളവൻ ആരാണ്? അർജുനൻ നമ്മളെ പോലെയല്ല, വെറുതെ ഇരിക്കുന്നവനല്ല. ഇതില് അർജുനൻ എന്ന് പറയുന്നത് അർജുനന്റെ വിശേഷാൽ വ്യക്തിത്വം എന്താണ്? അദ്ദേഹം പാണ്ഡവരിൽ ഒരുവനാണെന്നുള്ളത് മാത്രമല്ല, കുന്തിയുടെ പുത്രനാണെന്നുള്ളത് മാത്രമല്ല, ഇന്ദ്രന്റെ അംശമാണെന്നുള്ളത് മാത്രമല്ല, എന്താണ്? അർജുനൻ ആ ക്ഷത്രിയത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള വാലറസ് അല്ലെങ്കിൽ അധികം ശക്തി ആർജിച്ചിരുന്ന ആ ഒരു വ്യക്തിത്വമായിട്ടാണ് അർജുനനെ നമ്മൾ ഭഗവത്ഗീതയിലും ഭാരതത്തിലൊക്കെ വന്നിട്ട് പരിചയപ്പെടുന്നത്. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാര് ആത്മസാക്ഷാത്കാരം കിട്ടാനും പിന്നെ സ്വർഗപ്രാപ്തിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓസ്റ്ററിറ്റീസ്, തപശ്ചര്യയൊക്കെ എടുക്കുമ്പോഴും അർജുനൻ സ്വന്തം ഗുണം കൊണ്ട്
ഡയറക്ട്ലി ആ വനവാസകാലത്ത് ഡയറക്ട്ലി വന്നിട്ട് എവിടെ പോയിരുന്നു? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തനായിരുന്നു. അങ്ങനെയുള്ള ആ അർജുനനാണ് എന്ത് കേൾക്കാൻ പോകുന്നത്? ഭഗവത്ഗീത കേൾക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതും അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് മുന്നെയാണ് ഈ ഗീത കേൾക്കാൻ പോകുന്നത്. വില്ല് ഉയർത്തി അർജുനൻ നിൽക്കുകയാണ്. എതിരാളികളെ കണ്ടപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അർജുനന് ഉണ്ടായത്. കയ്യൂക്കുള്ള സാമർത്ഥ്യക്കാരനായിട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണ് ചിന്തിക്കേണ്ടത്? ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള സമയം എടുക്കണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മളുടെ അനശ്വരമായിട്ടുള്ള കർത്തവ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം എത്ര കയ്യൂക്കുള്ളവനാണെങ്കിലും എല്ലാം വ്യർത്ഥമാണ്. അവസാനം എന്തായി തീരും? ധനവും കിട്ടിയ ധനവും പിന്നെ എന്താണ് സ്വത്തും വീടും കുടുംബവും എല്ലാം വന്നിട്ട് ഒരേ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകും. അത്രയും കയ്യൂക്കും കാര്യസാമർഥ്യവും കൊണ്ട് നമ്മൾ നേടിയതെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഒരു നിമിഷം മാത്രം മതിയാകും. പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ഭഗവത്ഗീത പ്രമുഖമാക്കി കാട്ടുന്നതാണ്. അതായത് ആത്മാവാണ് ഞാൻ, ശരീരമല്ല എന്നുള്ള ജ്ഞാനമാണ് ഏറ്റവും പ്രധാനമെന്ന് ഭഗവത്ഗീത പറയും. ഈശ്വരന്റെ അംശമായ ജീവാത്മാക്കളാണ്. ആ സ്വരൂപം തിരിച്ചു നേടാനുള്ള എല്ലാ കെൽപ്പുമുള്ളവരാണ്. അത്രയും കാര്യക്ഷമതയുള്ളവരാണ് നമ്മള്. ആ ഉശിര് എവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്? ഭക്തിയിലാണ് കാണിക്കേണ്ടത്. അല്ലാതെ സാധാരണ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉശിര് കാണിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിലും കിട്ടും. എവിടെയാണ് നമ്മൾ നമ്മളുടെ ഉശിരും കാര്യസാമർഥ്യവും കയ്യൂക്കും സാമർഥ്യവും ഒക്കെ കാണിക്കേണ്ടത്? ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നും മാർഗനിർദ്ദേശം ലഭിക്കുകയും ചെയ്യും. യഥാർത്ഥത്തില് മിടുക്കന്മാരായിട്ട് ആധ്യാത്മിക ജീവിതത്തിലും ഈ ജീവിതത്തിലും നമുക്ക് വിജയിക്കാനും കഴിയും. അപ്പോ ഇവിടെ 2 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് കണ്ടത്? വ്യഥ, ഭയം പാണ്ഡവർക്ക് ഇല്ല, കൗരവർക്കുണ്ട്. എന്തുകൊണ്ട്? ഭയത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ആണ് ആർക്കുള്ളത്? കൃഷ്ണൻ എന്നുള്ള രൂപത്തില് അവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വ്യഥയില്ലാത്തത്. ഇനി രണ്ടാമത് ആരാണ്? അർജുനൻ. പക്ഷേ ആ അർജുനന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചെറിയൊരു ഒരു സംക്ഷിപ്തമാണ് നമ്മൾ കേട്ടത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഭഗവത്ഗീത വളരെയധികം ഫിലോസഫിക്കൽ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ വളരെ 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 സുഖമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെറിയൊരു 1-2 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു. എന്നാലും 1-2 മിനിറ്റ് അല്ല, 15 മിനിറ്റ്. കാരണം 7:45 വരെ ക്ലാസ് ഉള്ളൂ സാധാരണ. അപ്പൊ എന്നാലും എന്നോടൊപ്പം ഈ കേൾക്കാൻ വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന എല്ലാ ആൾക്കാർക്കും, എല്ലാ ഭക്തന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, വളരെ നന്ദി മാജി. വളരെ മനോഹരമായ ക്ലാസ് ആണ് മാജി എടുത്തത്. അഫീഷ്യൽ വളരെ സന്തോഷം. മാജിയുടെ ക്ലാസ് ഗംഭീരമായിരുന്നു. നന്ദിയുണ്ട് മാജി. സ്വാഗതം മാജി. വളരെ ധന്യവാദം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. വളരെ മനോഹരമായിട്ടുണ്ട്. പോവാനേ തോന്നില്ല. അടുത്ത ക്ലാസ് പോണല്ലോ നാരായണത്തിനെ പറഞ്ഞു. 8 മണിക്ക് അതും കേൾക്കാൻ ആഗ്രഹം. ഈ നാരായണി ഉണ്ട് മാതാജി. ഹരേ കൃഷ്ണ. വളരെ മനോഹരം മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവില്ല മിക്കവാറും. 8 മണിയായി, അതുകൊണ്ട് എല്ലാവരും ബോറടിച്ച് കാണും ക്ലാസ് കേട്ട്. അയ്യോ, ബോറടിച്ചതൊന്നുമില്ല മാതാജി. സമയമില്ല എന്നേ ഉള്ളൂ. എന്താ, നമുക്ക് സമയേ ഇല്ല. ശരി മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. മാജി സ്വാഗതം. നന്ദി മാജി. ഞാനാണ് ഇന്നത്തേക്ക് ശരി പ്രഭു. സന്തോഷം മാജി, വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി മാജി. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. എല്ലാരും ബിസിയാണോ? നന്നായിരുന്നു മാജി, നല്ല ക്ലാസ്.
ഒന്നും Thank you, ചോദിക്കാനില്ല. അത്ര നല്ല അടച്ച് എല്ലാ കാര്യവും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു മാർച്ച്. നന്ദി മാർച്ച്. വളരെ സന്തോഷം. ക്ലാസ് ചെയ്തോട്ടെ Thank you, മാർച്ച്. Prabhu. ശരി, ഹരേ കൃഷ്ണ. ധന്യവാദം. 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 കൽപ്പിച്ച വിശ്വാസ പ്രധാനം പറഞ്ഞു വൈഷ്ണവ